ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന അതിക്രമങ്ങളിൽ മൗനം തുടരുന്ന മോദി സർക്കാരിനെ വിമർശിക്കുകയാണ് സോണിയാഗാന്ധി. ഇന്ത്യ ഇസ്രയേലിനോട് അമിതമായി അടുക്കുകയാണെന്നാണ് വിമർശനം. പലസ്തീൻ, ഇറാൻ, പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ പരമ്പരാഗതമായ ബന്ധം ദുർബലമായി. പലസ്തീൻ ജനതയ്ക്ക് ഇന്ത്യ പരസ്യ പിന്തുണ പ്രഖ്യാപിക്കണമെന്നും സോണിയാഗാന്ധി പറഞ്ഞു. ഈ നിലവിൽ കേന്ദ്ര സർക്കാരിനെതിരെ, കേന്ദ്ര നയതന്ത്രത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് സോണിയാഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. പലവിധമായ വിഷയങ്ങളിൽ, രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധത്തിലടക്കം അല്ലെങ്കിൽ വിഷയങ്ങളിൽ കേന്ദ്രം തുടരുന്ന മൗനത്തിനെതിരെ വിമർശിക്കുകയാണ് സോണിയാഗാന്ധി. ശരത് ലാൽ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ശരത് ലാൽ, ദേശീയ മാധ്യമത്തിലെഴുതിയ ലേഖനത്തിലാണ് സോണിയാഗാന്ധിയുടെ കേന്ദ്ര വിമർശനം. എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ? സേതുലക്ഷ്മി, കേന്ദ്രത്തിൻ്റെ പാലസ്തീൻ നയത്തെ, അതായത് ഇസ്രയേലിനോട് അനുകൂലിച്ചുള്ള ഒരു നയമാണ് കേന്ദ്രം അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ എടുക്കുന്നത് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ഇന്ത്യൻ എക്സ്പ്രസ്സോട് ഉള്ള ഈ ലേഖനത്തിൽ. കാരണം ഈ ലേഖനം വരുന്ന സമയം നമ്മൾ പ്രത്യേകം നോക്കണം. കാരണം ലേഖനം വരുന്നത് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, പശ്ചിമേഷ്യൻ സംഘർഷത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഗാസ, അതേസമയം പാലസ്തീൻ വിഷയങ്ങളിൽ നിന്ന് ലോക ശ്രദ്ധ മാറിയിരിക്കുന്നു. ഇന്ത്യയിലും അതുതന്നെയാണ്. ഈ സമയത്താണ് പഴയ AICC മുൻ AICC അധ്യക്ഷയും UPA നേതാവുമായ സോണിയാഗാന്ധി ഇത്തരമൊരു ലേഖനം ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ എഴുതുന്നത്. ഈ ദേശീയ മാധ്യമത്തിൽ എഴുതുന്ന ഈ ലേഖനത്തിൽ ആദ്യ വരിയിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നയംമാറ്റത്തെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. അത് പാലസ്തീനിലും ഗാസയിലും നടക്കുന്ന മനുഷ്യക്കുരുതികളെ അത് തള്ളിപ്പറയാതെ അതിനോട് മൗനം പാലിക്കുന്ന ആ നിലപാട് ആണ് നരേന്ദ്രമോദി സർക്കാർ തുടരുന്നത് എന്നതാണ് ലേഖനത്തിൻ്റെ കാതൽ. അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കാരണം പാലസ്തീന് അനുകൂലമായ അല്ലെ പാലസ്തീൻ ജനതയോട് ഒപ്പമുള്ള ഇന്ത്യയുടെ നേരത്തെയുള്ള വിദേശകാര്യ നയത്തിലേക്ക് മോദി സർക്കാർ തിരിച്ചു പോകണം. മാറിയ സാഹചര്യത്തിൽ ആ നയങ്ങളിലേക്ക് അല്ലെ മാറിയ പശ്ചിമേഷ്യൻ ഇറാൻ US സംഘർഷത്തിന് ശേഷം, പശ്ചിമേഷ്യൻ സംഘർഷത്തിന് ശേഷം മാറിയ ലോകക്രമത്തിൻ്റെ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ പഴയ വിദേശകാര്യ നയത്തിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ആവശ്യം ഈ ലേഖനത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ലേഖനം പുറത്തു വന്ന അവസരം പാർലമെൻറ്റ് വർഷകാല സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. അതേപോലെ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇറാനും US തമ്മിലുള്ള പശ്ചിമേഷ്യൻ സംഘർഷത്തിന് ശേഷമാണ് ഇത്തരമൊരു ലേഖനം വരുന്നതും എന്നുകൂടി നമ്മൾ നോക്കണം. അതായത് വീണ്ടും ഗാസയിലേക്ക് അല്ലെങ്കിൽ പാലസ്തീൻ പ്രശ്നങ്ങളിലേക്ക് ഇന്ത്യൻ സർക്കാരിൻ്റെ അതേപോലെ ഇന്ത്യൻ ജനതയുടെ ശ്രദ്ധ ആകർഷിക്കാൻ കൂടിയാണ്, അല്ലെ ശ്രദ്ധ നേടുവാൻ കൂടിയാണ് ഇത്തരമൊരു ലേഖനത്തോടെ സോണിയാഗാന്ധി ശ്രമിച്ചിരിക്കുന്നത്. കാരണം ഈ ലേഖനം ചർച്ചയാകുന്നതോടുകൂടി ഇനി പാലസ്തീൻ ഗാസ പ്രശ്നം വീണ്ടും ഉയർന്നു വരും എന്ന് തന്നെയാണ് കോൺഗ്രസും സോണിയാഗാന്ധിയും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ ശരത്ത്.